BC 3-ാം നൂറ്റാണ്ടിൽ സോക്രട്ടീസിൻ്റെയും സൈനീസിൻ്റെയൊക്കെ സ്വാധീനത്താൽ ഉടലെടുത്ത ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ജീവിതശൈലി എന്നൊക്കെ പറയാവുന്നതാണ് സ്റ്റോയിസിസം. അത് ഹെലനിസ്റ്റിക് ഫിലോസഫിയുടെ ഭാഗമാണ്. ഈ സ്റ്റോയിസിസത്തിൻ്റെ 4 അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് ജ്ഞാനം, നീതി, ധൈര്യം, മിതത്വം. ഈ സ്റ്റോയിസിസത്തിൽ ആകൃഷ്ടരായ ഒരുപാട് ചിന്തകരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചിന്തകരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മാർക്കസ് ഔറേലിയസ്. റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന 3-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഒരാളാണ്. നല്ലൊരു എംപറായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ഒരർത്ഥത്തിൽ റോമ സാമ്രാജ്യത്തിൽ ആ കാലഘട്ടത്തിൽ 4-5 നല്ല ചക്രവർത്തിമാരുണ്ടായിരുന്നുള്ളൂ. അതിൽ അവസാനത്തെ ചക്രവർത്തിയായിട്ടാണ് മാർക്കസ് ഔറേലിയസ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു ബുക്കാണ് മെഡിറ്റേഷൻസ്, ധ്യാനചിന്തകൾ. 3-ാം നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യൻ ചിന്തയുടെ തലത്തിൽ വ്യാപരിച്ചിരുന്നുവെന്നും ചിന്തയാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിച്ചിരുന്നതെന്നും ഒക്കെയുള്ള ഒരു സത്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പൂർവികർ എത്രയോ ധന്യരായിരുന്നു. കാരണം അവരെ നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ നല്ല ചിന്തകൾ പര്യാപ്തമായി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഈ മാർക്കസ് ഔറേലിയസിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ചിന്തകളുടെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഇതാണ്: ഒരു കാര്യം നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക, ഒരു കാര്യം സത്യമല്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാം. അപ്പം ശരിയായിട്ടുള്ളതല്ലാത്തത് ചെയ്യാതിരിക്കുകയും സത്യമല്ലാത്തത് പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ സ്വസ്ഥത ഉണ്ടാവുന്നു, മനസ്സിൽ ശാന്തി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കാരണം മനസ്സ് അസ്വസ്ഥമാവുന്നത് ഒരു കാര്യം ശരിയല്ല എന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യുമ്പോഴും ഒരു കാര്യം സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് പറയുമ്പോഴാണ്. കാരണം മനസ്സ് അതിന് കൂട്ടു നിൽക്കില്ല. നമ്മൾ മനസ്സാക്ഷി എന്ന് പറയുന്നതും മനസ്സ് സാക്ഷിയാവുന്നുള്ള മനസ്സാക്ഷി, മനസ്സിന് അതിന് കൂട്ടു നിൽക്കാൻ വിഷമമല്ല, സാധ്യമല്ല. അപ്പോൾ ആ മനസ്സ് അശാന്തമായിക്കൊണ്ടിരിക്കും. അശാന്തമായ മനസ്സ് ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതാണ് പഴയൊരു റോമൻ ചിന്ത തന്നെ. അതാണ് മെൻസ് സന ഇൻ കോർപ്പറേ സന, നല്ല ഒരു മനസ്സുണ്ടെങ്കിൽ നല്ല ശരീരം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പവർബാണത്. നല്ല ശരീരത്തിൽ നല്ല മനസ്സ്, അവിടെ നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല ശരീരം ഉണ്ടാവും. തിരിച്ചും മറിച്ചും പറയുന്നത് അങ്ങനെയാണ്. എന്തോട്ടെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല അസ്വസ്ഥതകളുടെയും കാരണം അല്ലെങ്കിൽ അടിവേര് നമ്മൾ തിരയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും: എവിടെയോ എല്ലാം നമ്മൾ ശരിയല്ലാത്തത് ചെയ്തിട്ടുണ്ട്, എവിടെയോ എല്ലാം നമ്മൾ സത്യമല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളെ നമുക്ക് ഒന്ന് പുറകോട്ട് പോയി തിരുത്താൻ സാധിച്ചാൽ ആ മനസ്സിലെ അസ്വസ്ഥതകൾ മാറിക്കിട്ടും. മനസ്സിലെ അസ്വസ്ഥതകൾ മാറിക്കിട്ടുമ്പോൾ തന്നെ ശരീരം പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ തുടങ്ങും. കാരണം മനസ്സ് സ്വസ്ഥമല്ല. അതുകൊണ്ടാണ് ഈ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് തന്നെ വന്നത്. എത്ര നല്ല മരുന്നുകൾ കഴിച്ചാലും ശരീരം അതിനോട് പ്രതികരിക്കണ്ടേ? ശരീരം പ്രതികരിക്കണമെങ്കിൽ മനസ്സ് സ്വസ്ഥമാണ്. അപ്പോൾ മനസ്സ് അസ്വസ്ഥമാവുന്നതിൻ്റെ കാരണം തിരിച്ചറിഞ്ഞ് ആ അസ്വസ്ഥതകളെ തിരുത്താൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ മതി. അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് വേണ്ട തിരുത്തലുകൾ ജീവിതത്തിൽ വരുത്തിയാൽ നമുക്ക് ഉള്ള ജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാവും. അപ്പോൾ 3-ാം നൂറ്റാണ്ട് മുതലേ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയതാണ്: ശരിയല്ലാത്തത് ചെയ്യരുത്, സത്യമല്ലാത്തത് പറയരുത്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, നല്ലതല്ലാത്തത് കാണരുത്, വേണ്ടാത്തത് സൂക്ഷിക്കരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം മനസ്സിന് എന്തെല്ലാം കാര്യങ്ങൾ അസ്വസ്ഥമാക്കുന്നുണ്ടോ അവയെ നമുക്ക് തിരസ്കരിക്കാൻ കഴിയണം, അവയിൽ നിന്നും ദൂരം പാലിക്കാൻ കഴിയണം, അവയോട് ഒരു അനാസക്തി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിച്ചാൽ മനസ്സ് സ്വസ്ഥമാവും, ജീവിതം സന്തോഷപ്രദമാവും. ദൈവം അതിനായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ.